വികസനത്തിന് ശരവേഗം. ഇത് നവയുഗ പിറവിയെന്ന്. നമസ്കാരം, ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. കേരളം കാണുന്നത് സ്വപ്നതുല്യമായ വികസനമെന്ന് മന്ത്രി വീണ ജോർജ്. കേരളം കാണുന്നത് കേരളത്തിന്റെ നവയുഗ പ്രവേശനമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. കാണാനും കേൾക്കാനും നാടിന്റെ വർത്തമാനം തിരിച്ചറിയാനും വാങ്ങാനും ആനന്ദിക്കാനും ഇതൊരു സുവർണാവസരം. എന്റെ കേരളം പ്രദർശന വിപണന കലാമേളയ്ക്ക് പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ തുടക്കമായി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നവകേരളം പുതുവഴികൾ എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രദർശന വിപണന കലാമേളയ്ക്ക് പത്തനംതിട്ടയിൽ തുടക്കമായി. 45,000 അടി ചുറ്റളവുള്ള ശീതീകരിച്ച 186 സ്റ്റാളുകളും 8,000 അടി ചുറ്റളവുള്ള വിശാലമായ അരങ്ങും ഉൾപ്പെടെ അതിവിശാലമായ സൗകര്യങ്ങളോടെയാണ് മേള ആരംഭിച്ചത്. 25 വർഷത്തിനു ശേഷം നടക്കേണ്ട വികസനമാണ് പിണറായി വിജയൻ സർക്കാർ ഇതിനകം നടപ്പാക്കി വരുന്നതെന്ന് മേള ഉദ്ഘാടനം ചെയ്ത ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആരോഗ്യം, വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, കാർഷികം, ടൂറിസം, IT തുടങ്ങി സമസ്ത മേഖലയിലും സ്വപ്നതുല്യമായ വികസനമാണ് നടന്നത്. സർക്കാർ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്, സേവനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്, ആ സേവനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഫലം, ഗുണഫലം ജനങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടി കൂടിയാണ് എൻ്റെ കേരളം പ്രദർശന വിപണന വേള സംഘടിപ്പിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഇന്ന കാര്യങ്ങൾ നമ്മുടെ അവകാശമാണ്, ഒരാളുടെ ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്. ഇതെനിക്ക് ലഭിക്കാം, അതിന് ഇന്ന കാര്യം മതി. അപ്പോൾ ഒരാൾ നമ്മളെ പറ്റിക്കില്ല, ഒരാളും വഞ്ചിക്കില്ല. നേരിട്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ തന്നെ ആ നിലയിൽ ഇടപെടലുകൾ ഉണ്ടാകും. അപ്പോൾ സേവനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള, ആനുകൂല്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കും. ആളുകളുമായിട്ട് ഇന്ററാക്ഷനോട് സെമിനാറുകളെല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്. കിഫ്ബിയിലൂടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്നു. സ്കൂൾ ക്ലാസ് മുറികൾ സ്മാർട്ടായി. കോന്നി മെഡിക്കൽ കോളേജ്, കോഴഞ്ചേരി ജില്ലാ ആശുപത്രി, പത്തനംതിട്ട അടൂർ ജനറൽ ആശുപത്രികൾ തുടങ്ങി ആരോഗ്യരംഗത്തെ വളർച്ച അസൂയാവഹമാണ്. നഴ്സിംഗ് കോളേജുകൾ, മലയോര ഹൈവേ, എല്ലാ രംഗത്തും വികസനമെത്തി. സർക്കാരിന്റെ ഈ വികസന നേട്ടം ജനങ്ങൾക്ക് നേരിൽ കാണുന്നതിനുള്ള അവസരമാണ് മേളയെന്നും മന്ത്രി പറഞ്ഞു. സർവതല സ്പർശിയായ വികസനത്തിന്റെ 9 വർഷമാണ് കഴിഞ്ഞുപോയതെന്ന് അധ്യക്ഷനായ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കൂടി എഴുതി ചേർത്തിരിക്കുകയാണ്. കേരളത്തിൻ്റെ വികസന പാതയിൽ വലിയ മുന്നേറ്റമാണ് ഈ 9 വർഷക്കാലമായി കേരളത്തിൽ നടപ്പാക്കി വരുന്നത്. ചടങ്ങിൽ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം, ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ, ജില്ലാ പോലീസ് മേധാവി VG വിനോദ് കുമാർ, സബ് കളക്ടർ സുമിത് കുമാർ താക്കൂർ, ADM B. ജ്യോതി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ CT ജോൺ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.